നമസ്കാരം. CPM ചില പുതുമുഖ വനിതകളെ തേടുന്നു സ്ഥാനാർത്ഥികളാകാൻ എന്നുള്ള റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതായത് നേരത്തെയുള്ള ബിന്ദു അടക്കമുള്ള വീണ ജോർജ് അടക്കമുള്ള ആളുകളൊക്കെ തന്നെ മത്സരിക്കും. ചില പുതുമുഖ സ്ത്രീ കഥാപാത്രങ്ങളെ കൂടി അവതരിപ്പിക്കാൻ CPM തയ്യാറെടുക്കുന്നു. അപ്പോൾ KK ശൈലജയെ വെട്ടിമാറ്റിയത് നമ്മൾ അറിഞ്ഞു. അപ്പോൾ അത്തരത്തിൽ വെട്ടിമാറ്റലുകൾക്കൊപ്പം ചില ആളുകളെ കൂടി ഇതിനകത്ത് തിരികെ കയറ്റാൻ ഉദ്ദേശിക്കുന്നു. അതുപോലെ ദലീമയെ വെട്ടിമാറ്റിയിട്ടുണ്ട്. അവരൊന്നും ഒരു പ്രയോജനവുമില്ലാത്ത ആളുകളാണ്. അവരെയൊക്കെ വെട്ടിമാറ്റുന്നത് തന്നെയാണ് നല്ലത്. ബിന്ദുവും പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. വിജയരാഘവന്റെ ഭാര്യ എന്നുള്ള ലേബല് മാത്രമേ ശ്രീമതി ബിന്ദുവിന് ഉള്ളൂ. KK ശൈലജയെ വെട്ടിമാറ്റിയത് എന്തിനാണ് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. എന്തൊക്കെയായാലും രണ്ട് പുതുമുഖങ്ങളുടെ പേരാണ് പ്രധാനമായി പരിഗണിക്കുന്നത്. രണ്ടും കേട്ടാൽ രസമാണ്. ഒന്ന്, ആര്യ രാജേന്ദ്രൻ, പഴയ തിരുവനന്തപുരം കുട്ടി മേയർ. ഉള്ള വോട്ട് കൂടി എങ്ങനെ കളയാം, അല്ലെങ്കിൽ ധാർഷ്ട്യത്തിനും അഹങ്കാരത്തിനും സീറ്റ് എന്നുള്ള CPMന്റെ ആ ഒരു ജനവിരുദ്ധ സാമൂഹ്യ വിരുദ്ധ നിലപാട് തന്നെയാണ് ആര്യ രാജേന്ദ്രനെ പരിഗണിക്കുന്നതിൽ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. വ്യാപകമായി സഖാക്കൾ, പ്രത്യേകിച്ചും സ്ത്രീ സഖാക്കൾ അടക്കം തിരുവനന്തപുരം മേഖലയിലെയും അതുപോലെ കേരളത്തിലെയും ഒക്കെ തന്നെ പല സഖാക്കളും ആര്യ രാജേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞാൽ അവരും അവരുടെ തൊട്ടടുത്ത് 2-3 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ കൂടി, ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ കൂടി തോൽക്കും. അല്ലെങ്കിൽ ഇവർ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ കേരളത്തിൽ CPMനെ, ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ സാധിക്കും. ഇവരെ നിർത്തിയത് കൊണ്ട് മാത്രം ചിലപ്പോൾ CPMന് കനത്ത പരാജയം നേരിടേണ്ടി വന്നേക്കും എന്ന അഭിപ്രായവും നടത്തുന്നുണ്ട്. അടുത്തയാൾ കേട്ടാൽ അടുത്ത രസകരമായ കാര്യം, PK ശ്യാമള. ഓർമ്മയില്ലേ, പഴയ ആന്തൂർ സാജൻ, ഒരു പാവപ്പെട്ട പ്രവാസി വ്യവസായിയാണ്. ആന്തൂർ നഗരസഭയിൽ ഒരു ഓഡിറ്റോറിയം പണിയാൻ തീരുമാനിക്കുന്നു. PK ശ്യാമള അടക്കമുള്ള ചില CPM നേതാക്കൾ കൈക്കൂലിയും അതുപോലെയുള്ള സംഭവങ്ങളും കിട്ടാത്തത് കൊണ്ട് അതിന്റെ അനുമതി തടയുന്നു. ആ പാവവും സാജൻ ആത്മഹത്യ ചെയ്യുന്നു. വലിയ ചർച്ചയായതാണ്. ഈ PK ശ്യാമള ആരാന്നറിയും? MV ഗോവിന്ദൻ മാഷിന്റെ ഇടതുഭാഗമാണ്, സഹധർമ്മിണിയാണ്. അപ്പോൾ വ്യക്തമായില്ലേ, വനിതാ മേഖലയിലടക്കം ഇവിടെ ലിസ്റ്റിട്ട്, നമ്മളത് വ്യക്തമായി പറഞ്ഞതാണ്, ലിസ്റ്റിട്ട് ആളും തരവും നോക്കി അവനവന്റെ ഇംഗിതത്തിന് അല്ലെങ്കിൽ അവനവന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും അവനവന്റെ പാർട്ടി താല്പര്യങ്ങൾക്കും വഴങ്ങുന്നവരെ മാത്രം തെരഞ്ഞുപിടിച്ച് സ്ഥാനാർത്ഥികളാക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതിനൊക്കെ തന്നെ നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ പരിപാടി കാണാൻ വേണ്ടി മോഹൻലാലിനെ പിടിച്ചിരുത്തിയ ആ മഹാനുഭാവനാണ്. മോഹൻലാൽ ഒപ്പം വേണം ആ മഹാനുഭാവന്റെ മുഖം ജനങ്ങൾ ഒരു 10 മിനിറ്റെങ്കിലും കണ്ടുകൊണ്ടിരിക്കാൻ. മോഹൻലാലിന്, ലാലേട്ടന് പണം കിട്ടുമായിരിക്കും, ഇതെന്തിന്റെ കേടാണ് എന്ന് ചോദിക്കുന്നില്ല. പലരും ചോദിക്കുന്നുണ്ട്, മമ്മൂട്ടിയാണെങ്കിൽ ഫ്രീ ആയി ചെയ്തു തരുമായിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓർക്കുക, ആര്യ രാജേന്ദ്രൻ, PK ശ്യാമള തുടങ്ങിയ മഹാരഥകളായ സ്ഥാനാർത്ഥികളാണ് കടന്നു വരുന്നത്. നമ്മൾ സ്ത്രീ വിരോധം പറയുകയോ സ്ത്രീ പക്ഷപാതത്തെ ഹനിക്കുകയോ ഒന്നുമല്ല. ഇവിടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചുകൊണ്ട് ചിന്താചരം പ്രകടനം നടത്തി. അത് സ്ത്രീ വിരുദ്ധതയാണ്, അത് കേസെടുത്തിട്ടുണ്ട്. അത് സ്ത്രീ വിരുദ്ധതയല്ല, പ്രകോപനപരമായി മുദ്രാവാക്യം വിളിച്ചുകൊള്ളൂ എന്നും അവർ പറയുന്നുണ്ട്. അപ്പം ഗോവിന്ദന്റെ സഹധർമ്മിണിയും അതുപോലെ തന്നെ സച്ചിൻ ദേവ് MLAയുടെ സഹധർമ്മിണിയായ CPMന് തിരുവനന്തപുരം കോർപ്പറേഷൻ നഷ്ടപ്പെടുത്തിയ ശ്രീമതി ആര്യ രാജേന്ദ്രനും ഒക്കെ തന്നെ രംഗത്തിറങ്ങുമ്പോൾ ആകെ ഒരരങ്ങായിരിക്കും CPMന്റെ സ്ഥാനാർത്ഥി പട്ടികയും അതുപോലെ തന്നെ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പും. ഇത് ജയിക്കണം എന്നുണ്ടെങ്കിൽ ഇതല്ല വേണ്ടത്. ജയിക്കാൻ വേണ്ടിയാണ് ഇവരെ നിർത്തുന്നത് എങ്കിൽ അത് ഒരു വ്യാമോഹമാണ്. ആര്യ രാജേന്ദ്രനെ മത്സരിപ്പിച്ചാൽ കേരളത്തിൽ തന്നെ തോൽക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ സഹിതം വിലയിരുത്തി. അതുപോലെ PK ശ്യാമള അന്നും ഇന്നും ഒക്കെ ആന്തൂർ സാജന്റെ വിഷയത്തിൽ വാർത്തകളിൽ നിന്ന വ്യക്തിയാണ്. അപ്പം ഇതൊരു ലിസ്റ്റും പ്ലാനിങ്ങും അഡ്ജസ്റ്റ്മെന്റുമാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക. പിന്നെ വനിതകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു, യുവാക്കൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നൊക്കെ പറയാം. എന്തായാലും നടക്കട്ടെ. നമുക്ക് ഈ കളി ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കാം.